മലപ്പുറത്ത് നിന്ന് വീണ്ടും മറ്റൊരു വാർത്ത. മലപ്പുറത്ത് ശരീരത്തിൽ ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ചിലൂടെ HIV ബാധ. വളാഞ്ചേരിയിൽ 9 പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്തതായാണ് വിവരം. സൂചിയിൽ ലഹരി നിറച്ച് ഉപയോഗിക്കുന്നതിനിടെയാണ് രോഗബാധ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. ആരോഗ്യവകുപ്പും കൂടുതൽ പരിശോധനകൾ ആരംഭിച്ചു. സ്ഥിതി വിലയിരുത്താൻ മലപ്പുറം ജില്ലാ കളക്ടറേറ്റിൽ DMOയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നു. ശിവദാസ് കന്വനം. ശിവദാസ്, അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷമാണ്. ഒരു ഭാഗത്ത് ലഹരിയുടെ കടന്നാക്രമണം, മറുഭാഗത്ത് ഇപ്പോൾ ഈ സിറിഞ്ച് ഉപയോഗിക്കുന്നവർക്ക് HIV ബാധിച്ചതായിട്ടുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. അതീവ ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം. ഇതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് ജില്ലാ ഭരണകൂടം? ആളുകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിൽ ആണ് ഈ ഒരു രീതിയിൽ സിറിഞ്ചിൽ ലഹരി നിറച്ച് അത് ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു രീതി അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ പലരും ചെയ്യുന്നതാണ്. ഇതും കൂട്ടം കൂടിയാണ് ഇത്തരത്തിൽ ഈ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ലഹരി ഉപയോഗിക്കുമ്പോൾ അത് വഴി HIV പടരുന്നു എന്നതാണ് വലിയ ഗൗരവമുള്ള ഒരു വാർത്ത. മലപ്പുറം ജില്ലയിൽ മാത്രം കഴിഞ്ഞ 2 മാസത്തിനിടെ വളാഞ്ചേരിയിൽ 9 പേർക്കാണ് ഇങ്ങനെ HIV ബാധിച്ചിരിക്കുന്നത്. അതായത് ഉപയോഗിച്ച ഈ സിറിഞ്ച് വീണ്ടും മറ്റുള്ള ആളുകൾ ഉപയോഗിക്കുന്ന, ഇതിങ്ങനെ തുടർച്ചയായി മറ്റ് കണ്ണുകളിലേക്ക് പോകുന്നു. ഈ സിറിഞ്ചുകളിൽ ലഹരി നിറച്ചുകൊണ്ട് ഇത് ശരീരത്തിൽ കുത്തിവെക്കുന്ന രീതിയാണ്. മിക്കവാറും ഇത് കൂട്ടം കൂടിയാണ് ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നത്. അതായത് എക്സൈസിന്റെ തന്നെ സർവേയിൽ കൃത്യമായി തന്നെ ഇത് പറയുന്നുണ്ട്. 80% പേരും കൂട്ടം കൂടിയിട്ടാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നത് എന്നത് കൃത്യമായി തന്നെ എക്സൈസിന്റെ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ കൂട്ടം കൂടി ഉപയോഗിച്ച ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ HIV ബാധ പടരുന്നത്. നേരത്തെ ഒരാൾക്ക് HIV ബാധ സ്ഥിരീകരിച്ചിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മറ്റുള്ള 8 പേർക്ക് കൂടി, അതായത് ടോട്ടൽ 80 പേർക്ക് ഇത്തരത്തിൽ HIV ബാധ പടർന്നതായി ആരോഗ്യ വകുപ്പ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് ആരോഗ്യ വകുപ്പാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 6 മലയാളികൾക്കും 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുമാണ് ഇങ്ങനെ HIV ബാധിച്ചിരിക്കുന്നത് എന്ന സ്ഥിരീകരണം ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. ഇത് സംസ്ഥാനത്ത് ഇത്തരത്തിൽ നിരവധി പേർക്ക് ഈ രീതിയിൽ HIV ബാധിക്കുന്നുണ്ട് എന്ന് കണക്കുകൾ പറയുന്നുണ്ട്. അതായത് ഓരോ സംസ്ഥാനത്ത് ഓരോ മാസവും ഇങ്ങനെ 10-ലധികം കേസുകൾ ഉണ്ട് എന്നത്. ഒരു നിമിഷം ശിവദാസ്, ഞാൻ തിരിച്ചു വരാം. ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരാം. മലപ്പുറത്ത് ശരീരത്തിൽ ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ചിലൂടെ HIV ബാധ. വളാഞ്ചേരിയിൽ 9 പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്തതായാണ് വിവരം.